ഇന്നൊരു ഡിയോടെ ഹെഡ്ലൈറ്റ് മാറാൻ വേണ്ടി വന്നേക്കാണ്. ഹെഡ്ലൈറ്റ് അത് പൊട്ടിയ ഇതാണ്, ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ അത് ഒന്ന് മാറിക്കളയാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ അടിയിൽ ഇത് പൂരി വെച്ചേക്കാണ് സംഭവം. ഇവിടെയുള്ള സ്ക്രൂകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരിയെടുക്കും. അതിൻ്റെ പിന്നെ ഇതിൻ്റെ അടിയിലാണ് 2 സ്ക്രൂ ഉണ്ട്, 8-ൻ്റെ ബോൾട്ടാണ്. അതിങ്ങനെ ലൂസ് ചെയ്യും. പുറത്തോളം ഉണ്ടായിരുന്നു, പക്ഷെ അത് വണ്ടിയിലില്ല, ഓൾറെഡി ഇപ്പോൾ ഊരിപ്പോയേക്കണേ. അപ്പോൾ അത് നമുക്ക് 22 ഉണ്ടാവും, 2 പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലാമ്പുണ്ട്, 2 ക്ലാമ്പ് വേറെയുണ്ട്. ഇതൊക്കെ പൊട്ടിപ്പോയേക്കണേണ്. എന്താ ഇത് ലോക്ക് ടൈപ്പ് ക്ലാമ്പാണ്, അത് 2 വരണം. ഇതൊക്കെ ഇതുണ്ട്, ടേബിൾ ടൈറ്റ് വെച്ചേക്കണേ. അത് കംപ്ലൈൻ്റ് ആയിട്ട് ചെയ്തേക്കണ പരിപാടിയാണ്, പൊട്ടിച്ചതാണ്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ വയർ തന്നെ ഉണ്ട്, അത് സോക്കറ്റാണ്, അത് ഊരുക. പിന്നെ പാർക്കിൻ്റെ ബൾബുണ്ട്, അത് ഊരുക. പിന്നെ ഓൾറെഡി വയറിങ്ങിൻ്റെ ഇവിടെ ഓൾറെഡി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയർ ലൂസായി പോയിരിക്കാൻ വേണ്ടി. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം ഈ വയറിങ് വെച്ച് തന്നെയാണ്, അത് കൈവച്ച് ഇതായിട്ട് ലൂസാക്കി എടുത്തായി. അപ്പോൾ ഇത് ഫ്രീ ആയി. ഇതാണ് പുതിയത് ചെയ്യാനുള്ളത്. ഇതുപോലത്തെ ഇവിടെയുള്ള കാലുകൾ ഇതിൻ്റെ ഒടിഞ്ഞു പോയി. ഈ കാണാൻ പൊങ്ങിങ്ങനെ കാലുണ്ട്, ആ കാല് ഒടിഞ്ഞു പോയി. ഇവിടുത്തെ കാല് ഒടിഞ്ഞു പോയിക്കണേ, അതുകൊണ്ടാണ് മാറണം പുതിയത്. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഓടിക്കുമ്പോൾ. ഓൾറെഡി ഈ കാല് ഓൾറെഡി ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ അടി കൂടി ഇങ്ങനെ നമ്മൾക്ക് കൊടുക്കുക. ഉണ്ടായി ഹോളിലോട്ട് ഇതിൻ്റെ അടുത്തൊരു ഹോളുണ്ട്, ആ ഹോളിലോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ലോക്കായി കിടക്കും. അതിനുശേഷം അത് ഈ ക്ലാമ്പ് പഴയ ആദ്യം ഊരിയ ക്ലാമ്പ് മുകളിൽ കൂടി അങ്ങനെ ഫിറ്റ് ചെയ്യാം. എന്താ പ്രസ് ചെയ്ത് കൊടുത്തായി. എന്താ ഓക്കെ. ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വാശൊക്കെ എടുക്കാൻ പണി. ഇത് ലോക്ക് വാഷറാണ്, അത് ഇട്ടില്ലെങ്കിൽ ഈ ബോൾട്ട് ഊരിപ്പോരും. ഇത് ഈ ക്ലാമ്പിനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ബൾബ് മാറും. ഇതുപോലെ ഓൾറെഡി ഇതൊക്കെ ബെൻഡായി കിടക്കാൻ. ഹലോജൻ ബൾബാണ്, അത് കമ്പനി വിടുന്നത്. ആ ബൾബ് 35-35 ബൾബാണ്. ഇതിങ്ങനെ 4 കട്ടിങ് ഉണ്ട്, കട്ടിങ്ങിലിട്ടിട്ട് പ്രസ് ചെയ്തു. പിന്നെ ക്യാപ്പ് വെള്ളം കയറാൻ ഇങ്ങനെ മുകളിലോട്ട് തിരിച്ച് വെക്കരുത്, ഈ ഹോള് താഴത്തോട്ടാക്കി വെക്കണം, അല്ലെങ്കിൽ വെള്ളം കയറും. അപ്പോൾ ഫിറ്റിങ് കഴിഞ്ഞ്, ഹെഡ്ലൈറ്റ് ഫിറ്റിങ് കഴിഞ്ഞ് ഡിയോടെ. ഇനി ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഓൾറെഡി ഈ വയറിങ് കിറ്റും കൂടി വരും.
പുതിയ ഹോളായിരുന്നു, ചെറിയൊരു ടൈറ്റ് ഉണ്ടോ. ഇൻഡിക്കേറ്ററിൻ്റെ സോക്കറ്റൊക്കെ പിടിപ്പിക്കണം. പാർക്കിൻ്റെ ബൾബാണിത്. ചെറു ഈ സോക്കറ്റ് ഞാൻ അതോട് പിടിക്കും. ഫിറ്റിംഗ് ഓക്കെ. സ്റ്റാർട്ടാകെ ഹെഡ്ലൈറ്റ് കത്തുന്നു. വർക്കിംഗ് ഔട്ട്. നല്ല വെളിച്ചം വന്നു. ഓക്കെ. ഇവിടെ 2 ബോൾട്ട് ഉണ്ട്. ആ 2 ബോൾട്ട് പിടിപ്പിക്കണം. ഇവിടെയൊക്കെ 2-3 ബോൾട്ട് ഉണ്ട്. ഈ 1 2 3 4 അപ്പുറ സൈഡ് അതുപോലെ തന്നെ അത് പിടിപ്പിക്കുക. മുറുക്കി കഴിഞ്ഞു. ഫോൾട്ട് ഇത് ബൾബിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇടിച്ച് ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. കാലൊക്കെ പോയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയത്. കണ്ട ഈ കാലൊക്കെ ഒടിഞ്ഞു പോയി. ഇതൊക്കെ കമ്പി ഇത് തയ്യൊക്കെ ഇട്ട് കെട്ടി വെച്ചോണ്ടായിരുന്നു. കണ്ടോ ഇതുപോലെ പോയി. അപ്പോൾ ഇങ്ങനെ നന്ദി. ഈ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.